മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ മത്സരാർത്ഥി വിജയിക്കുന്നത്. 4ാം സീസണിൽ മത്സരിച്ച ദിൽഷ പ്രസന്നനാണ് ആ ചരിത്രം കുറിച്ചതും. എന്നാൽ മത്സരത്തിന് ശേഷം ദിൽഷയെ കാത്തിരുന്നത് കടുത്ത സൈബർ ആക്രമണങ്ങളും പരിഹാസങ്ങളുമായിരുന്നു. സഹമത്സരാർത്ഥിയായ റോബിന്റെ പേരിനൊപ്പം പല വിവാദങ്ങളും ഉയർന്നു വന്നു. മത്സരത്തിനകത്ത് വെച്ച് റോബിൻ ദിൽഷയെ പ്രപ്പോസ് ചെയ്തെങ്കിലും അതിനോടെല്ലാം ദിൽഷ നോ പറയുകയാണ് ചെയ്തത്. എന്നാൽ പ്രണയം നിരസിച്ചതിന്റെ പേരിൽ ദിൽഷയെ വ്യാപകമായി ആക്രമിച്ചെന്ന് പറയുകയാണ് ബിഗ് ബോസ് സഹമത്സരാർത്ഥിയായ ജാസ്മിൻ. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ജാസ്മിൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ബിഗ് ബോസിൽ പങ്കെടുത്ത ചിലർക്ക് മാത്രം സൈബർ ആക്രമണം ഉണ്ടാവുന്നതിനെ പറ്റി സംസാരിക്കുകയായിരുന്നു ജാസ്മിൻ. ദിൽഷയെ മത്സരത്തിന് ശേഷം 1.5 വർഷത്തോളം ആക്രമിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അവൾ എവിടെയും അയാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. ബിഗ് ബോസിലെ ആദ്യത്തെ ദിവസം മുതൽ അവളുടെ ഫ്രണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അത്രയും ബഹുമാനം കൊടുത്തിട്ടാണ് അവൾ നിന്നതും. അതവൾ മാറ്റി പറഞ്ഞിട്ടില്ല. എന്നാൽ വേറൊരാൾക്ക് വന്ന ഫീലിങ്സ് ഇവൾ സ്വീകരിക്കാത്തത് കൊണ്ട് അതിന്റെ കുറ്റവും ദിൽഷയ്ക്കായി. അപ്പോഴും ആളുകൾ അവൾ അവനെ തേച്ചു എന്നാണ് പറഞ്ഞത്. ആരും ദിൽഷയുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കിയിട്ടില്ല. 1 വർഷത്തോളം അവൾക്ക് സൈബർ അറ്റാക്ക് ഉണ്ടായെന്നും ജാസ്മിൻ പറയുന്നു. നിലവിൽ ജാസ്മിനൊപ്പം റൂം ഷെയർ ചെയ്യുകയാണ് ദിൽഷ. അഭിമുഖത്തിനിടെ പുറത്തുനിന്ന് കയറി വന്ന ദിൽഷയും തന്റെ വിശേഷങ്ങൾ പങ്കുവച്ചു. ഇവിടെ വന്നതിനു ശേഷം ദിൽഷ അലക്കലും കുളിക്കലും ഒന്നുമില്ല. വീട് വൃത്തികേടായി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കില്ലേ എന്നാണ് ജാസ്മിൻ അഭിമുഖത്തിൽ പറയുന്നത്. ഞാനാണ് ഇവിടെ ക്ലീൻ ചെയ്യുന്നതെന്നും ഒന്നും ചെയ്യാറില്ലെന്നും ജാസ്മിൻ പറയുമ്പോൾ അതിന് മറുപടി പറഞ്ഞത് ദിൽഷയാണ്. ഈ വീട് വൃത്തിയാക്കുന്നതുമെല്ലാം ജാസ്മിൻ തന്നെയാണ്. മാത്രമല്ല ഇവിടെ എന്നെ അവൾ കാണാറ് പോലുമില്ലെന്നാണ് ദിൽഷ പറഞ്ഞത്. വീട് വൃത്തിയായി കിടക്കുന്നത് കാണുമ്പോൾ എന്തോ മാജിക് ആണെന്നാണ് ദിൽഷ വിചാരിക്കുന്നത്. അത് ഞാൻ ചെയ്യുന്നതാണെന്നും ഇനി മുതൽ വാടകയിൽ 500 വീതം തനിക്ക് തരണമെന്നും ജാസ്മിൻ തമാശ രൂപേണ പറയുന്നുണ്ട്. എന്നാൽ നിന്റെ ഗേൾ ഫ്രണ്ട് വന്ന സമയത്ത് ഈ വീട് എങ്ങനെയായിരുന്നു എന്ന ദിൽഷയുടെ ചോദ്യത്തിന് ആ സമയത്ത് ഞാൻ തിരക്കായിരുന്നു, ഒന്നും ചെയ്തിട്ടില്ലെന്ന് ജാസ്മിൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ അവൾ വരുന്നതിന്റെ അന്നും ഞാൻ ക്ലീൻ ചെയ്തിരുന്നു. പിന്നെ അവൾ എൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലെന്നും എൻ്റെ എല്ലാം ആയവളാണെന്നും പറയുകയാണ് താരം. ബിഗ് ബോസിലൂടെ സുഹൃത്തുക്കളായവരാണ് ദിൽഷയും ജാസ്മിനും. വീടിനകത്തുണ്ടായിരുന്നതിനേക്കാളും സൗഹൃദത്തിലാണ് താരങ്ങളിപ്പോൾ. മത്സരത്തിന് ശേഷം കൂടിച്ചേരലുകൾ നടത്തുകയും പരസ്പരം സ്നേഹം പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ പറ്റി ദിൽഷയും ജാസ്മിനുമൊക്കെ ഇപ്പോഴും സംസാരിക്കാറുണ്ട്.